മലയാളി ബാങ്ക് ഉദ്യോഗസ്ഥനെതിരെ ജാതി അധിക്ഷേപവും തൊഴിൽ പീഡനവുമെന്ന് പരാതി. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ എറണാകുളം റീജിയണൽ ഓഫീസിലാണ് സംഭവം. ഉത്തരേന്ത്യയിൽ നിന്നുള്ള മേലുദ്യോഗസ്ഥരിൽ നിന്ന് മർദ്ദനവും തൊഴിൽ പീഡനവും ജാതി അധിക്ഷേപവും ഉണ്ടായി എന്ന ദളിത് യുവാവിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. ഒരു ദളിതനായി പോയി എന്നതിന്റെ പേരിൽ ഒരു മലയാളി ബാങ്ക് ഉദ്യോഗസ്ഥൻ നേരിടേണ്ടി വന്നത് കടുത്ത ജാതി അധിക്ഷേപമാണ്. എറണാകുളം ജോസ് ജംഗ്ഷനിലുള്ള ഇന്ത്യ ഓവർസീസ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലാണ് സംഭവം. ജാതി പേര് പറഞ്ഞ് മേലുദ്യോഗസ്ഥന്മാരായ ഉത്തരേന്ത്യക്കാർ അവഹേളിക്കുക മാത്രമല്ല, ഇതിനു പുറമെ പ്രതികാര നടപടിയും തൊഴിൽ പീഡനവും ഈ ഉദ്യോഗസ്ഥനെതിരെ നടത്തിയെന്നാണ് ആരോപണം. 2024 സെപ്റ്റംബറിലാണ് സംഭവം. എറണാകുളം ജോസ് ജംഗ്ഷനിലുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലാണ് ജാതി അധിക്ഷേപം നടന്നതായി പരാതിയിൽ പറയുന്നത്. ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായ പരാതിക്കാരനെ റീജിയണൽ മാനേജറായ നിതീഷ് കുമാർ സിൻഹയും അസിസ്റ്റന്റ് മാനേജർ കശ്മീർ സിംഗും തൊഴിൽ പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതി. പരാതിക്കാരനെ അഹമ്മദാബാദിലേക്ക് സ്ഥലം മാറ്റിയെന്നും പരാതിക്കാരന്റെ ഭാര്യ 24നോട് പറഞ്ഞു. AGM കശ്മീർ സിംഗ് CRM നിതീഷ് കുമാർ സിൻഹയുടെ ഭാഗത്തു നിന്ന്. കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ SC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അത് തന്നെയായിരുന്നു കാരണം. അവരുടെ നാട്ടിൽ, അതായത് ഇവർ രണ്ടുപേരും നോർത്ത് ഇന്ത്യൻസ് ആണ്, ഒരാൾ ഉത്തർപ്രദേശും ഒരാൾ ബീഹാറും. അവിടെയുള്ള ആൾക്കാർ ഈ ചെയ്യുന്ന തൊഴിൽ ഇതല്ല, നീ എങ്ങനെയാണ് ഈ ജോലിയിൽ എത്തിപ്പെട്ടതെന്നാണ് ചോദിച്ചത്. അഹമ്മദാബാദിലാണ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വെച്ച് കിട്ടിയിരിക്കുന്നത്. സ്വന്തം നാട്ടിലായുള്ള നേറ്റീവ് പ്ലേസ് ആണ് ഹസ്ബൻഡ്. ഇവിടെ ഇതുപോലത്തെ ഒരു അധിക്ഷേപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു അഹമ്മദാബാദിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനോട് തിരിച്ചു വരുമെന്ന് പോലെ ഞങ്ങൾക്ക് ഇതുണ്ട്. ജോലിയേക്കാളും വലുത് ജീവനാണല്ലോ, അതുകൊണ്ട് പോയിട്ടില്ല. AGM കശ്മീർ സിംഗ് ഇതുപോലെ അയാളുടെ പേഴ്സണലായിട്ടുള്ള ഒരു ആവശ്യം പറഞ്ഞ് അത് പറ്റില്ല, ഞാൻ ബാങ്കിൻ്റെ ജോലി ചെയ്യാൻ വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് കൈകറക്കി പുറത്തടിച്ചിട്ടുള്ളത്. ജോലിക്കിടെ കശ്മീർ സിംഗ് തനിക്ക് ചായയും മരുന്നും വാങ്ങിക്കൊണ്ടുവരാൻ പരാതിക്കാരനോട് ആവശ്യപ്പെട്ടു. പക്ഷേ മറ്റു ജോലികൾ ഉണ്ടായിരുന്നതാൽ ഇപ്പോൾ പോകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. ഇതിന്റെ പ്രതികാരമാണ് പീഡനങ്ങളെന്ന് പരാതിയിൽ പറയുന്നു. പോകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ മേലുദ്യോഗസ്ഥൻ പുറത്തടിച്ചെന്നും പരാതിയിലുണ്ട്. വ്യക്തിപരമായ അജണ്ടയാണ് ആരോപണത്തിന് പിന്നിലെന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. പരാതിയെ തുടർന്ന് ഭീഷണികൾ ഉണ്ടായി എന്നും പരാതിക്കാരന്റെ കുടുംബം അറിയിച്ചു. പരാതിയിലെ ബാങ്കിന്റെ പ്രതികരണത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ പ്രതിഷേധിച്ചു. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു ദേശസാത്കൃത ബാങ്കിന്റെ തൊഴിൽ പരിസരത്തിനുള്ളിലേക്ക് പോലും ജാതിയുടെയും ദേശത്തിന്റെയും അതിർവരമ്പുകൾ കൊണ്ടുവരികയാണ് ഒരു കൂട്ടം മനുഷ്യർ. സാമൂഹ്യ പുരോഗതിയിലും നവോത്ഥാനത്തിലും വിശ്വസിക്കുന്ന മലയാളി സമൂഹത്തിന് അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമാണിത്. അമൽ സുരേന്ദ്രൻ, 24, കൊച്ചി.